ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, ഞാൻ ഗീവറി സച്ചിൻ. ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്, ഈ വഖഫ് നിയമം പാസ്സായി, അത് ഇന്നലെ മുതൽ പ്രാബല്യത്തിലുമായി. ഇത് പ്രാബല്യത്തിലായതും നിയമമായതും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസമാണ്. എന്തെന്നാൽ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പറയുകയും ഒരു മതഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് നയങ്ങളുടെ ഭാഗമാണ് 1954 വഖഫ് നിയമം കൊണ്ടുവന്നു. 95 അത് കുറേ കൂടെ ശക്തമായ വിധത്തിൽ ഭേദഗതി ചെയ്തു. 2013 ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ നെഞ്ചത്തും സാധാരണക്കാർ നെഞ്ചത്തും ആണിയടിക്കുന്ന വിധത്തിൽ അത് ഇന്ത്യൻ ജുഡീഷ്യറിക്കും ഇന്ത്യൻ പാർലമെൻറ്റിനും പോലും മുകളിൽ എന്ന നിലയിൽ അത് സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ പോലും ആകുന്ന വിധത്തിൽ സ്ഥാപിച്ചെടുത്തു. അതിനെ ഇവിടെ നിയമ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാ നിയമങ്ങളെയും പോലെ അതിനെ വിലയിരുത്തുവാൻ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് അധികാരം കൊടുക്കുന്ന വിധത്തിൽ അത് ഭേദഗതി ചെയ്യപ്പെട്ടു. ഇതിനെതിരെ നടക്കുന്നതായ ക്യാമ്പയിനുകളും ഇതിനെതിരെ നടക്കുന്നതായ രോഷപ്രകടനങ്ങളും കാണുമ്പോൾ അതിദുഃഖം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന ഈ ക്യാമ്പയിനുകളൊക്കെ കാണുമ്പം ശരിക്കും സങ്കടം തോന്നുകയാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുള്ള വിരോധം കൊണ്ട് മാത്രം ഒരു പക്ഷം ചേരുന്ന അവസ്ഥയാണ്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിനും കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കും നൽകുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ്. ഇവിടെ കേരളത്തിൽ BJP ഒന്നുമല്ല ഇവിടുത്തെ മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അകറ്റി കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും തന്നെയാണ്. കാരണം നിസ്സാരമായി തീർക്കാമായിരുന്ന ചില വിഷയങ്ങൾ, അഡ്വക്കേറ്റ് ജയശങ്കർ സാർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞ പോലെ നിസ്സാരമായി തീർക്കാമായിരുന്ന ഒരു ഡിബേറ്റിനകത്ത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, നിസ്സാരമായിട്ട് തീർക്കാമായിരുന്ന ഒരു വിഷയത്തെ വളരെയേറെ വലുതാക്കി രണ്ട് മതഭാഗങ്ങളെ തമ്മിൽ അകറ്റിക്കളയുന്ന വിധത്തിലേക്ക് എത്തിച്ചത് അധികാരത്തിലിരിക്കുന്ന കേരള സർക്കാർ. അതിന് വളം വെച്ച് കൊടുക്കാൻ നിയമം ഉണ്ടാക്കിയത് 2013 വരെ അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാർ. അപ്പം ഇവിടെ BJPക്ക് ഈ രണ്ട് കാര്യത്തിനകത്ത് റോളില്ല. BJP കൊണ്ടുവന്ന നിയമം ഇന്ത്യയിലെ ഏതൊരു മുസ്ലിമിനും അവൻ്റെ സ്വത്ത് വഖഫ് ചെയ്യുന്നതിന് തടസ്സമുണ്ടെന്ന രീതിയിലല്ല. ഇന്ത്യയിലെ ഏത് സ്വത്തിൻ്റെ മേലും വഖഫിന് കാരണം കൂടാൻ നോട്ടീസ് കൊടുത്ത് അവകാശം ഉന്നയിക്കാം. അതിനെതിരെ പറയുകയോ അറിഞ്ഞോ അറിയാതെയോ പോലും വഖഫിൻ്റേതായ സ്വത്തിനകത്ത് ആരെങ്കിലും അവരുടെ കാഴ്ചപ്പാടിൽ അനധികൃതമായിട്ടാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായാൽ പിടിച്ച് ജയിലിടിക്കുകയോ ചെയ്യാൻ തക്ക വിധത്തിൽ മൂർച്ചയേറിയ ആയുധമായ നിയമമായി വഖഫിനെ കൊണ്ടുവന്നതിനെയാണ് ഭേദഗതി ചെയ്തത്. അതിന് ഉദാഹരണം കേരളത്തിനുണ്ട്. ഒരു പോസ്റ്റ് ഓഫീസ് ഇരുന്ന സ്ഥലം വഖഫിൻ്റേതായതുകൊണ്ട് അവിടെ അനധികൃതമായിട്ട് അവിടെ താമസിച്ചെന്ന് പറഞ്ഞു 10-12 കൊല്ലം പോസ്റ്റ് മാസ്റ്ററും ആ പോസ്റ്റ്മാനും ഒക്കെ കോടതി കയറി നടക്കേണ്ട ഗതികേട് വന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ സംസ്ഥാനത്ത് നിന്നിട്ടാണ് വഖഫ് ഭേദഗതി ഈ ബില്ല് കൊണ്ടുവന്നപ്പം അതിനെ എതിർത്തെന്നുകൂടി ഓർക്കണം. അതെന്തിനാ? ഒരു മതത്തിന് വേണ്ടി. അപ്പം മറ്റു മതക്കാരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ആ മതത്തോട് ഒരകലം പാലിക്കാൻ ശ്രമിക്കും. കാരണം ഇവർക്കെല്ലാം ആനുകൂല്യം കൊടുക്കുന്നു, ഞങ്ങൾക്കൊന്നുമില്ല എന്ന വിധത്തിലേക്ക് വരും. ഇങ്ങനെ ആയി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക് കേരളത്തിലെ മറ്റു ഇതര മതസ്ഥരെ ഈ ഒരു മുസ്ലിം സമൂഹത്തോട് അകറ്റാൻ കാരണക്കാർ ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസിൻ്റെ വലതും അല്ല ഇടതും അല്ലാത്ത പക്ഷവും ചേർന്നിട്ടാണ്. അതിനകത്ത് ഇവിടെ BJPക്ക് വലിയ പങ്കൊന്നുമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി കേരളത്തിൽ എപ്പോഴൊക്കെ സംഘപരിവാർ സംവിധാനത്തോട് കേരളത്തിലെ ക്രിസ്ത്യൻസ് നേതൃത്വങ്ങളോ ക്രിസ്ത്യാനികളോ അടുക്കുമ്പോൾ ഉടൻ വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടാറുണ്ട്. ഇപ്പോൾ അതിന് ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന 2 സംഭവമാണ്. ഒന്ന് ജബൽപൂർ സംഭവവും ഛത്തീസ്ഗഡിൽ ഒരു കന്യാസ്ത്രീക്കെതിരെ കേസെടുത്തതും. ഈ 2 സംഭവവും കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊടുത്തപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളോടും കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടും ഒരേ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. പൂഞ്ഞാറ് സംഭവം നിങ്ങൾ മറന്നുപോയോ? പൂഞ്ഞാറിലൊരു വൈദികൻ സ്വന്തം ഇടവകയുടെ അധികാര പരിധിയിലുള്ള ആ ഇടവകയുടെ സ്വകാര്യ സ്വത്തായിരിക്കുന്ന ഭൂമിയിൽ കയറി ആ പള്ളിമുറ്റത്ത് കടന്ന് മറ്റിതര മതത്തിൽപ്പെട്ട കുട്ടികൾ വന്ന് കാണിച്ച ആരാധനയ്ക്ക് തടസ്സമാകുന്ന വിധത്തിൽ കാണിച്ച പ്രകടനങ്ങളെ ചോദ്യം ചെയ്യുകയും കോമ്പൗണ്ട് വിട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ പേരിൽ ആ മനുഷ്യനെ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു. പൂഞ്ഞാറിൻ്റെ MLA രാത്രിയും പകലും ഓടി നടന്ന് അതെല്ലാം മാറ്റിപ്പെട്ട ഒരു നാക്കി തീർത്തെടുത്തു. വളരെയേറെ സന്തോഷം.
ഇനി അടുത്ത കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ കഴിഞ്ഞ സമയത്ത് ക്രിസ്മസ് ആഘോഷിച്ച സമയത്ത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ചില സൊസൈറ്റികളിലും ഒക്കെ ക്രിസ്മസിൻ്റെ സ്റ്റാർ തൂക്കുകയും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അത് പറ്റില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് എടുത്തും ബലമായി കൊണ്ട് കളഞ്ഞവരെയും മനോരോഗികളാക്കി മാറ്റി. അവർക്കെതിരെ കേസെടുക്കാതെ മാനസിക രോഗിയാണെന്നും പറഞ്ഞ് തള്ളിവിട്ടു. അതൊരു പ്രത്യേക മതത്തിൽപ്പെട്ടവർ എന്ത് ക്രൈം ചെയ്താലും അവരെ മനോരോഗിയാക്കി ചിത്രീകരിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈ ഗുരുവായൂർ നടന്നത്. ഹിന്ദുക്കൾ പവിത്രമായി കരുതുന്ന തുളസിസറെ കൊണ്ടുവന്ന് വൃത്തികേട് കാണിച്ചു. അവനും മനോരോഗ സർട്ടിഫിക്കറ്റ് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് മനോരോഗിയാണെന്നും പറഞ്ഞ് കോടതി ഇടപെട്ടതുകൊണ്ട് അവനെതിരെ കേസെടുക്കേണ്ട ഗതികേട് കേരള പോലീസിനും മതേതര പോലീസിന് വന്നു. അതാണ് സംഭവം. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവും ക്രിസ്ത്യൻ പുരോഹിതന്മാരും പാസ്റ്റർമാരും അതുപോലെ തന്നെ എന്താ പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരും കാരണം കൂടാതെ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഉപദ്രവിച്ചതിനകത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഉടനെ അവർക്കൊക്കെ മാനസിക രോഗമായി. ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദം കയറ്റുമതി ചെയ്യുകയും തീവ്രവാദം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യയിലെ ഭാഗം മതേതരത്വത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് നിൽക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രവർത്തന ശാഖയിൽപ്പെട്ടതാണ് മാധ്യമം, പത്രവും മീഡിയ വൺ ചാനലും ഒക്കെ, മൗദൂദി ചാനലൊക്കെ എന്ന് പറയുന്ന സംഭവം. ഈ മാധ്യമത്തിൻ്റെ വാരിക ഒരു ലേഖനം എഴുതി. ആ ലേഖനം മതവ്യാപാരികൾ വഖഫിനെതിരെ, ഒരു ഡോക്ടർ ബദി ഒസാൻ എന്ന് പറയുന്ന ഒരാൾ അയാൾ എഴുതിയിരിക്കുന്ന അതിനകത്ത് മൊത്തം ക്രിസ്ത്യൻ വിരോധം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡോക്ടറെ, താങ്കളൊരു ഡോക്ടറാണെന്നാണ് പറയുന്നത്. താങ്കൾ എഴുതിയിരിക്കുന്ന ലേഖനത്തിൻ്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ താങ്കളൊരു ഡോക്ടറാണെന്ന് തോന്നുന്നുമില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും സമുദായത്തിൻ്റെ പേരിലുള്ള സംവിധാനത്തിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് ഡോക്ടറാകണമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും പറയുകയാണ്, ഒരു ലേഖനം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനൊരു എവിഡൻസ് കൊടുക്കണം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയപ്പോൾ ഉള്ള സ്വത്തുക്കൾ മുഴുവൻ ഇവിടുത്തെ സഭയ്ക്ക് കൊടുത്തു. താങ്കൾ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം എത്ര കൊടുത്തു, എവിടെയൊക്കെ കൊടുത്തു, അത് പറയുന്നില്ല. കേരള സർക്കാർ എന്തേലും പതിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? ഇടവയൊക്കെ കൊടുത്തിരിക്കുന്നതിൻ്റെ കണക്ക് വിവരാവകാശം വെച്ചാൽ കിട്ടുകയില്ലേ? അത് വെച്ചിട്ട് പറയുന്നത് ഇത്ര ഏക്കർ സ്ഥലം അല്ലെങ്കിൽ ഇന്ന സ്ഥാപനങ്ങൾ കേരള സർക്കാർ ഇവിടുത്തെ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള എല്ലാ സഭകൾക്കുമായിട്ട് പതിച്ചു കൊടുത്തു എന്ന് പറയണം. അത് പറയുന്നില്ല. പോട്ടെ, ഇനി അതും ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇൻകം ടാക്സ് ബ്രിട്ടീഷുകാർ വൈദികർക്ക് കൊടുത്തേച്ച് പോകുന്നത്, അത് എനിക്കും ഒരു വിധത്തിലും പിടികിട്ടാത്തൊരു കാര്യം. ഇൻകം ടാക്സ് എങ്ങനെയാണ്? അതായത് വരുമാനത്തിൻ്റെ ടാക്സ് വൈദികരായിരുന്നാലും അൽമാരായിരുന്നാലും രാജ്യം നിശ്ചയിച്ചിരിക്കുന്ന നിയമം അനുസരിച്ചുള്ള വരുമാനത്തിൽ കവിഞ്ഞു കഴിഞ്ഞാൽ അതിന് ടാക്സ് ഇത്ര രൂപ, അത് അടയ്ക്കേണ്ടത് സർക്കാരിലേക്കാണ്. അത് അറിയാത്ത താങ്കൾ എങ്ങനെ ഡോക്ടറായെന്ന് എനിക്കറിയത്തില്ല. ഇനി അതൊക്കെ എന്തെങ്കിലും ആകട്ടെ, മുഖ്യധാര അല്ലെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ക്രിസ്ത്യാനികൾ. എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇരുന്ന സ്ഥലം, ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം, അത് പണ്ടൊരു പള്ളിവക സ്വത്തായിരുന്നു. അവിടെ പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയും അവിടെ അതിനോട് ചുറ്റും താമസിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളും ഒഴിവായി കൊടുത്തിട്ട് അവിടെ ഉണ്ടായ സംവിധാനം, പള്ളി അടക്കം അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ഉണ്ടായ സംവിധാനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. അതുപോലെ നൂറുകണക്കിന് റോഡുകളുടെ വികസനത്തിന് കേരളത്തിൽ വഴിയോട് ചേർന്നിരുന്ന കുരിശുപള്ളികൾ മാറ്റിക്കൊടുത്തിട്ടുണ്ട്. തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉണ്ടായത് മഗ്ദല മറിയത്തിൻ്റെ പേരിലുള്ള ഒരു ദൈവാലയം അവിടുന്ന് പൊളിച്ചു നീക്കി കൊടുത്തിട്ടതിന് ശേഷമാണ്. അപ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ മക്കളൊന്ന് പഠിക്കണം സമയം സൗകര്യം പോലെ. എന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം വേണം ഇതൊക്കെ ഒന്ന് പബ്ലിഷ് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾ പറഞ്ഞു പള്ളി മേടകളിൽ ഇരിക്കുന്ന മുഴുവൻ കള്ളന്മാരും കവർച്ചക്കാരുമാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഒരു കാര്യം ചോദിച്ചോട്ടെ, മദ്രസ, മോസ്ക്, അതുപോലെ തന്നെ മസ്ജിദ്, ഇവിടെയോ ഇതിനോട് ചേർന്നുള്ള മുറികളിലൊക്കെ ഇരുന്നുകൊണ്ട്, പള്ളിമേടകളൊക്കെ പള്ളിയോട് ചേർന്നാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ ഇതിനോട് ചേർന്നുള്ള മുറികളിലൊക്കെ ഇരുന്നുകൊണ്ട് അതിൻ്റെ നടത്തിപ്പുകാരിരുന്ന രാജ്യദ്രോഹവും അതുപോലെ തന്നെ മതവിദ്വേഷവും മതവർഗീയതയും പ്രചരിപ്പിക്കലും ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? നിങ്ങൾ സമ്മതിക്കുമോ? അപ്പം നിങ്ങളത് ആശയം കൊണ്ടായിരിക്കുകയല്ല വാളുകൊണ്ടായിരിക്കും നേടാൻ ശ്രമിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണല്ലോ ജോസഫ് മാഷ്. അപ്പം നിങ്ങൾക്ക് പറയുന്ന തലത്തിൽ അതേപോലെ മറുപടി പറയേണ്ട ബാധ്യത ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഇല്ലാത്തതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം മിണ്ടുന്നില്ല എന്നെങ്കിൽ ഞങ്ങളിത് മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ വിചാരിക്കാതിരിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞത്.
പട്ടി കുരച്ചാൽ പടിവാതിൽ തുറക്കുമോ എന്നൊരു ചൊല്ലുണ്ട്. അപ്പം ഏതെങ്കിലുമൊക്കെ പട്ടി അവിടെ കിടന്ന് കുറച്ചിട്ട് പൊക്കോട്ടെ എന്ന് ഞങ്ങൾ വെക്കുന്നതുകൊണ്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരോടാണ്, പത്രങ്ങളോടും. ഈ വടക്കേന്ത്യയിൽ നടന്ന ജബൽപൂരിലെ വൈദികരെ ആക്രമിച്ച സംഭവമാകട്ടെ, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീക്കെതിരെ വ്യാജ കേസെടുത്ത സംഭവമാകട്ടെ, എക്സ് ഓർ വൈ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ സംഭവങ്ങളൊക്കെ വാർത്ത കൊടുക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് തെറ്റുകാരും കുറ്റക്കാരും ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം, അത് വേണ്ടെന്ന് പറയുന്നില്ല. നിയമപരമായ കേസെടുക്കണം, അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഗ്രഹാൻ സ്റ്റെയിൻ്റെ പുറകെയും പോവും. വടക്കേന്ത്യയിൽ കുറേ കൊല്ലപ്പെട്ട വൈദികരുടെയും കുറേ കന്യാസ്ത്രീമാരുടെയും കുറേ അൽമാരുടെയും പുറകെ നിങ്ങൾ പോകുമ്പോൾ കേരളത്തിൽ ഇതുപോലെ വൈദികരും കന്യാസ്ത്രീകളും അൽമായരും ഒക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. അതൊന്നും നിങ്ങൾ വാർത്തയാക്കാറില്ല. അഥവാ ഏതെങ്കിലും വിധത്തിൽ അത് കൈവിട്ടു പോകുന്നതിൽ ഒരു വാർത്തയായാൽ ഉടൻ തന്നെ അവരെ മാനസരോഗികളാക്കി ചിത്രീകരിക്കാൻ കേരളത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ വളരെ ശുഷ്കാന്തിയോടെ പരിശ്രമിക്കാറുണ്ട്. അതിനെ അതേ രീതി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ച് മനോരമയ്ക്ക് സംബന്ധിച്ചിടത്തോളം അവർക്കിഷ്ടമില്ലാത്ത വാർത്ത അവർക്ക് പോലും മനസ്സിലാകാത്തതിൽ അവർ പ്രിൻ്റ് ചെയ്യുള്ളൂ. അതുപോലെ മലയാള ഭാഷ ഏറ്റവും കൂടുതൽ എന്താ പറയുക കൊല ചെയ്ത പത്രവും മനോരമ തന്നെയാണ്. അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ സംഭവവാസങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ഇത്തരം ഉപദ്രവങ്ങളും റിപ്പോർട്ട് ചെയ്യണം, അത് സത്യസന്ധമായ വിധത്തിൽ. അത് നിങ്ങൾ ചെയ്യുന്നില്ല. രാഷ്ട്രീയ പാർട്ടിക്കാരായിരുന്നാലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്കാരായിരുന്നാലും അത് ചെയ്യുന്നില്ല. ഈ ചർച്ച് ബില്ലിനെ സംബന്ധിച്ച് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട് രണ്ടുപേരോടും. ഈ ചർച്ച് ബില്ലിൻ്റെ നിയമം പരിഷ്കാര കമ്മിറ്റി കേരള സർക്കാരിൻ്റെതാണോ കേന്ദ്ര സർക്കാരിൻ്റെതാണോ? അത് കേരള സർക്കാരിൻ്റെ ആയിരുന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാറും ജസ്റ്റിസ് KT തോമസ് സാറും ഇവർ രണ്ടുപേരും തയ്യാറാക്കിയ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ ശാശ്വത പരിഹാരത്തിന് ഉതകുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളോടെ ചേർന്ന ചർച്ച് ബില്ല്, അല്ലെങ്കിൽ ചർച്ചുകളുടെ സ്വത്തുക്കൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ടൊരു നിയമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഇത്. അത് ഇതുവരെയും കേരളത്തിൽ നിയമമാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഇത്ര ഒരു പദ്ധതി ഉള്ളതായിട്ട് ഇന്ന് വരെ അവർ പറഞ്ഞിട്ടുമില്ല. കേരള സർക്കാരിൻ്റെ മുമ്പിൽ ഇത്ര ഒരു നിയമം ഇരിപ്പുണ്ട്. അതിനകത്ത് മൊത്തത്തിലുള്ള സഭകളെ ബാധിക്കുന്ന വിധത്തിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാർ കൊണ്ടുവന്നെങ്കിൽ അതിൽ നിന്ന് വെട്ടിച്ചുരുക്കി KT തോമസ് സാറ് യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കത്തിൽ മാത്രമാക്കുന്ന വിധത്തിലേക്ക് ക്രമീകരിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെ നിയമമാക്കിയിട്ടില്ല. അത് കേരളത്തിലല്ലേ സതീശ, അങ്ങ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന കേരള നിയമസഭയിലാണ് അത് കൊണ്ടുവരാനിരിക്കുന്നതും, അല്ലെങ്കിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്നതും. അത് രമേശ് ചെന്നിത്തലയ്ക്കും അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഉള്ള കാപട്യങ്ങളും കള്ളത്തരങ്ങളും പറഞ്ഞ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ തെറ്റിക്കരുത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്കുള്ള വടി വെട്ടാൻ പോയിരിക്കുന്നു. RSSൻ്റെ ഓർഗനൈസർ എന്ന് പറയുന്ന അവരുടെ മുഖപത്രത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നു ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭകളുടെ സ്വത്തുക്കളെക്കുറിച്ച്. ശശാങ്ക് കുമാർ ദ്വിവേദി എന്ന് പറയുന്ന ആൾ അത്തരം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനിവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനില്ലാത്ത വേവലാതി നിങ്ങൾക്ക് വേണ്ട. ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം ആർജിച്ചിരിക്കുന്ന മുഴുവൻ സ്വത്തുക്കളും സഭകൾക്ക് വേണ്ടിയിട്ട് ആർജിച്ചിരിക്കുന്നതും അല്ലാതെ ആർജിച്ചിരിക്കുന്ന സ്വത്തുക്കൾ ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്ന വിധത്തിലുള്ള നിയമങ്ങളിലൂടെയാണ്. അല്ലാതെ ഏതെങ്കിലും സ്വത്ത് ചൂണ്ടിക്കാണിച്ച് അത് മുഴുവൻ ഞങ്ങളുടേതാണെന്ന് പറയുന്ന രീതിയിലല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം തന്നെ മാർത്താണ്ഡവർമ്മ ശ്രീപത്മനാഭന് സമർപ്പിച്ചതാണ്. എന്ന് വെച്ചാൽ ദേവസ്വം വകയാണെന്ന്. ഈ വഖഫ് നിയമം പോലൊരു നിയമം ആണ് ദേവസ്വം ബോർഡിനെങ്കിൽ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ആ പ്രദേശം മുഴുവൻ ഇപ്പോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരികയില്ല. ഇവിടുത്തെ ക്രിസ്ത്യാനി മാത്രം ഒഴിഞ്ഞാൽ മതിയോ? പോരാ. ഇവിടുത്തെ ഹിന്ദു മാത്രം ഒഴിഞ്ഞാൽ മതിയോ? പോരാ. ഇവിടുത്തെ മുസ്ലിങ്ങളും വന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നേനല്ലോ. അല്ലെങ്കിൽ അവർക്ക് കുടിയുടെ അവകാശം പോലെ വർഷാവർഷം പൈസ തിരുവിതാംകൂർ ദേവസ്വത്തിലേക്ക് അടക്കേണ്ടി വരികയില്ലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആ നിയമം പാടില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമം എന്ന രീതി, അത് ജനാധിപത്യ മര്യാദ അനുസരിക്കുന്ന ഒരു രാജ്യത്ത് ഒരിക്കലും നടപടിയാകുന്ന കാര്യമല്ല. ഈ ശശാങ്ക് കുമാർ ദ്വിവേദി എന്ന് പറയുന്ന ആൾ എഴുതിയതായ ആ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചിട്ടുണ്ട്. അത് അങ്ങനെയാണ് ഞാൻ ചോട്ടെ, ഈ കേരളം മലയാളിയുടെ മാതൃഭൂമി എന്ന് എങ്ങാണ്ട് അർത്ഥം വരുന്ന വിധത്തിൽ EMS നമ്പൂതിരിപ്പാട് ഒരു പുസ്തകം എഴുതി. അത് ചിന്ത എന്ന് പറയുന്ന മാസികയാണ് പ്രസിദ്ധീകരിച്ചത്. അവരാണത് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് അവരത് പിൻവലിച്ചു. അതിൻ്റെ പേര് ഇവിടെ CPM-നെയോ CPI ഒന്നിനെയും പ്രതിക്കൂട്ടി കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കാരണം അത് പിൻവലിച്ചു.
കേരളം ഒരു സ്വതന്ത്ര രാജ്യം എന്നുള്ള രീതിയിൽ കോൺസെപ്റ്റിൽ അദ്ദേഹം എഴുതിയിരുന്ന ആ പുസ്തകം പിൻവലിച്ചപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു. ഒരു കാര്യം എഴുതി അത് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം അവിടെ തീർന്നു എന്നതിനർത്ഥം. പറഞ്ഞ ആൾക്ക് തെറ്റുപറ്റിക്കൊണ്ടാണ് ആൾ പിൻവലിക്കുന്നത്. അപ്പോൾ ഓർഗനൈസർ എന്ന് പറയുന്ന സംവിധാനത്തിൽ ശശാങ്ക് കുമാർ ദ്വിവേദി എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് RSS മുൻകൈ എടുത്ത് അത് പിൻവലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് അതിനകത്ത് തർക്കമില്ല. ഇവിടുത്തെ നിയമം അനുസരിക്കുന്ന വിധത്തിലുള്ള സ്വത്തുക്കളെ ആർജിച്ചിട്ടുള്ളൂ. പിന്നെ ബ്രിട്ടീഷുകാർ കത്തോലിക്ക സഭയ്ക്കായിട്ട് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യം ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. ഞാൻ കത്തോലിക്കനല്ല, പക്ഷേ എങ്കിലും ഞാൻ പറയാം. കാരണം ബ്രിട്ടീഷുകാർ കത്തോലിക്ക വിരോധികളായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ആംഗ്ലിക്കൻ സഭ ഉണ്ടായത് തന്നെ. ആ ചരിത്രം വേറെയാണ്, അത് പിന്നെ വേണേൽ പറയാം. അപ്പോൾ അവർ ആർജിച്ച ഒരു സ്വത്തുക്കൾ പോലും കത്തോലിക്ക സഭയ്ക്ക് കിട്ടാൻ സാധ്യതയില്ല. പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പോർച്ചുഗീസുകാർക്ക് കേരളത്തിൽ ഒരു സ്വാധീനവും അവർക്ക് ചെലുത്താൻ അധികം സ്ഥലത്ത് കഴിഞ്ഞിരുന്നില്ല. പിന്നെ നിങ്ങൾ അവിടെ കേരള സർക്കാർ പതിച്ചു കൊടുത്തു, ഇവിടെ പതിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ അത് എത്ര, എവിടെ, എങ്ങനെയെന്ന് അത് പറയുന്ന ഡോക്ടർ ബെദി ഒസാനൊക്കെ, ഡോക്ടർ അദ്ദേഹം പറയുന്നു, എഴുതാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അല്ലാണ്ട് ചുമ്മാ കാടടച്ച് വെടിവെക്കരുത് ഒരു കാര്യത്തിനകത്ത്. അതാണ് മോശമല്ലേ? ഏപ്രിൽ 5-ാം തീയതി എഴുതിയ മാധ്യമം വാരികയ്ക്കകത്ത് ഇതിന് വേണ്ടി ഞങ്ങൾ പ്രതിഷേധ പ്രകടനമോ പന്തംകുളത്തി പ്രകടനമോ ഒന്നും ഇവിടുത്തെ ക്രിസ്ത്യാനികൾ നടത്താൻ പോകുന്നില്ല. ഞങ്ങളതിനെ പുച്ഛിച്ച് തള്ളത്തേ ഉള്ളൂ. കാരണം ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തെ മാത്രം ഞങ്ങൾക്ക് കാര്യകാരണങ്ങൾ സഹിതം ബോധിപ്പിച്ചാൽ മതി. അല്ലാണ്ട് എന്താ പറയുക, ലോകത്തെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള കാടൻ നിയമഭേദങ്ങളിലൂടെ കൊണ്ടുവന്ന് തന്നതിനെ അങ്ങ് അനുഭവിച്ച് തലമുറ വരെ പോകണം. അങ്ങനെ ഓരോന്ന് കുറേശ്ശെ വഖഫാക്കി ഇന്ത്യ മഹാരാജ്യം മുഴുവൻ വഖഫാക്കണം എന്നുള്ള ചിന്തയൊന്നും ഞങ്ങൾക്കില്ല. അല്ലെങ്കിൽ അതുപോലെ എന്താ പറയുക, ചർച്ച് ബില്ല് കൊണ്ടുവന്ന് ഒരു ചർച്ച് ബോർഡ് ഉണ്ടാക്കിയതിന് ശേഷം ആ ചർച്ച് ബോർഡിൻ്റെ കീഴിൽ ആദ്യം കേരളം പിന്നെ തമിഴ്നാട്, കർണാടക, ഇന്ത്യ മൊത്തം ഇങ്ങനെ രീതിയിലേക്ക് ആക്കിയെടുക്കണമെന്ന് ഞങ്ങൾക്കില്ലെന്നേ. ചർച്ച് ബില്ല് കൊണ്ടുവന്നാലൊന്നും ഞങ്ങൾക്ക് ആർക്കും സങ്കടവും ഇല്ല, വേദനയില്ല, വിഷമവും ഇല്ല. അത് എന്താ പറയുന്നത്, സതീശനും മനസ്സിലായിട്ടുള്ള കാര്യമാണ്, അത് രമേശ് ചെന്നിത്തലയ്ക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ചർച്ച് ബില്ലെന്ന് പറയുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാർ കൊണ്ടുവന്ന് കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടിയിട്ട് കൂടി ബാധിക്കുന്ന വിധത്തിലാണെങ്കിൽ പിന്നീട് അതിനെ KT തോമസ് സാർ ഭേദഗതി ചെയ്ത സമയത്ത് അദ്ദേഹം ആ ബില്ലിന് ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തിയ സമയത്ത്, ഭേദഗതി എന്ന് ഞാൻ ഉദ്ദേശിച്ച പരിഷ്കാരങ്ങൾ വരുത്തിയ സമയത്ത് അത് യാക്കോബായക്കാർക്കും ഓർത്തഡോക്സുകാർക്കും മാത്രം ബാധകമാകുന്ന വിധത്തിൽ അവരുടെ തർക്കം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനെന്തിനാണ് പേടിക്കുന്നത്? ഒരു കലഹം തീർക്കാൻ വേണ്ടി ഒരു ബില്ല് പ്രയോജനപ്പെടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ? ഇന്ത്യ മഹാരാജ്യത്തെ അല്ലെങ്കിൽ ഒരു മതം മാത്രം എല്ലാ ആനുകൂല്യം പറ്റിയ മറ്റു മതങ്ങളൊക്കെ അവരുടെ മുമ്പിൽ റാമൂള് നിൽക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ളൊരു സാഹചര്യം വരുമ്പോഴത്തേക്കിനും അവിടെ വിദ്വേഷത്തിൻ്റെയും കലഹത്തിൻ്റെയും തർക്കത്തിൻ്റെയും വിത്ത് വീഴുന്നുണ്ടെങ്കിൽ ആ വിത്തിനെ കാരണമായിരിക്കുന്നതിനെ എടുത്ത് ദൂരെ കളയാനായിട്ട് ഒരു ഭേദഗതി കൊണ്ടുവന്ന് വഖഫ് ഭേദഗതി ചെയ്ത് ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശം എന്ന രീതിയിലേക്ക് വന്നാൽ എന്നാ കുഴപ്പം? ഇവിടെ മുസ്ലിങ്ങളുടെ വഖഫ് നിയമം ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് തന്നെയാണെന്നാണ് ഫസൽ കപൂർ പറഞ്ഞത്. അയാളുടെ ഇതിനകത്ത് കിടപ്പുണ്ട്, നോക്ക്. അപ്പം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കാണത് പ്രയോജനം. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, മുത്തലാഖ് നിയമം കൊണ്ടുവന്നു, ആർക്കായിരുന്നു ഇവിടുത്തെ ഗുണമുണ്ടാകും? ഇവിടുത്തെ ഹിന്ദുവിനാണോ? ഇവിടുത്തെ ക്രിസ്ത്യാനിക്കാണോ? ബുദ്ധനാണോ? ജൈനനാണോ? പാഴ്സിക്കാണോ? അല്ലല്ലോ. സിഖുകാരനാണോ? അതുമല്ലല്ലോ. ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിലെ മുസ്ലിം സ്ത്രീകൾക്കാണ് അത് ഗുണം ചെയ്തത്. വഖഫ് നിയമത്തിനകത്ത് ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഏതെങ്കിലും വിധത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ സ്വത്ത് ഒരു വാശിപ്പുറത്തോ എന്തെങ്കിലും വഖഫ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വാക്കാ പറഞ്ഞതിൻ്റെ പേരിലൊക്കെ വഖഫ് എന്ന രീതിയിലേക്ക് നോട്ടീസ് കൊടുക്കപ്പെട്ടിട്ടുണ്ടോ, അന്യൻ്റെ സ്വത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ, അവർക്ക് അത് ക്ലെയിം ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നതിന് നിങ്ങൾക്ക് തന്നെ എത്ര ദണ്ണം? അതെണ്ണം കൊള്ളില്ലല്ലോ, അത് ശരിയല്ലല്ലോ. അപ്പോൾ അതിനൊരു മാറ്റം വേണ്ടേ? ആ മാറ്റമാണ് ആ നിയമം. അതിന് വേണ്ടി കരഞ്ഞിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ഒരുപാട് തെരുവായിട്ടൊരു കാര്യമില്ല. മുനമ്പം വഖഫ് ഭൂമി അല്ലാന്ന് ഫാറൂഖ് കോളേജ് പറഞ്ഞില്ലേ? പറഞ്ഞു. ഫസൽ കപൂർ പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് നിങ്ങളത് സമ്മതിക്കാതെ വഖഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോയി. കാശ് കൊടുത്ത് മേടിച്ച സ്ഥലം ഒരു മുസ്ലിം വിറ്റു എന്നൊറ്റ കാരണം കൊണ്ട് അയാളുടെ കാരണവന്മാരാണ്ട് വഖഫ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് കേസിന് പോകാനും മാത്രമുള്ള നിയമം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്ന ഏത് ന്യായം അനുസരിച്ച്? ഇത് 21-ാം നൂറ്റാണ്ടല്ലേ, 6-ാം നൂറ്റാണ്ടല്ലല്ലോ. മുഖ്യധാര എന്നൊക്കെ പറയുമ്പം ഈ വീട്ടുപ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീ മരിച്ചു പോയിട്ടുണ്ട്. അത് മുഖ്യധാരയുടെ ഭാഗമായതുകൊണ്ടായിരിക്കും, അതോ 6-ാം നൂറ്റാണ്ടിലെ നിയമം പിന്തുടർന്നുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.